ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു ഗ്രീൻ പീസ് കറി വെച്ചിട്ടാണ്. നമുക്കറിയാം, ഈ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കുമ്പോൾ അതിന് ഒത്തിരി അങ്ങ് ഓപ്ഷൻസ് ഇല്ല. വളരെ കുറച്ച് റെസിപ്പീസ് മാത്രമേ നമുക്ക് ഗ്രീൻ പീസ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മിക്കവരും ഒരേപോലെ ആയിരിക്കും ഗ്രീൻ പീസ് ഉണ്ടാക്കുക. എന്നാൽ നമ്മൾ ഇന്ന് ഡിഫറെൻ്റ് ആയിട്ട് വളരെ സ്വാദായിട്ടുള്ള ഒരു ഗ്രീൻ പീസ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ഒരു ഗ്രീൻ പീസ് കറി ഉണ്ടാക്കി കഴിച്ചെന്നാൽ പിന്നെ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പോളമുള്ള ഗ്രീൻ പീസ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു രാത്രി മുഴുവൻ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലത്തെ വെള്ളത്തോട് കൂടെ തന്നെയാണ് ഞാനതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കുന്നത്. ഞാനത് കഴുകുന്ന സമയത്താണ് ഞാൻ കഴുകി നല്ലതുപോലെ വൃത്തിയാക്കിയിട്ടാണ് വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് മിക്സിയിലൊന്ന് കുക്കറിലൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതവിടെ വെന്ത് വരുന്ന സമയം കൊണ്ട് ഞാനിവിടെ 2 തക്കാളി ഇതുപോലെ കഷ്ണങ്ങളാക്കി മുറിച്ചത് ഒന്ന് മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ട് അല്ലെങ്കിൽ അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ഇത് നല്ലത് ജ്യൂസ് പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് മാറ്റി വെക്കണം. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഓയിലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിനകത്തോട്ട് ഞാനൊരു 1/4 ടീസ്പൂണോളം ഉള്ള ജീരകം, നല്ല ജീരകം അല്ലെങ്കിൽ ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് തികച്ചും ഓപ്ഷണലാണ്. ഇപ്പോൾ ഈ ജീരകം ഇഷ്ടമില്ലാത്ത ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഇത് തീർത്തും ഒഴിവാക്കാം കേട്ടോ. ഇവിടെ ഞങ്ങൾക്ക് ജീരകത്തിൻ്റെ ഫ്ലേവർ ഇച്ചിരി ഇഷ്ടമാണ്. അപ്പോൾ ജീരകമൊക്കെ പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞങ്ങളിതാ ഒരു 2 സവോള, ഒരു മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള 2 സവോള അരിഞ്ഞത്, ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊരു 1 മിനിറ്റോളം നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഞാനിപ്പോൾ അവിടെ 1 മിനിറ്റോളം ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളത് ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ പച്ചമുളക് എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറയ്ക്കൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി ഒന്നും കൂടെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് നല്ലതുപോലെ ഒന്ന് കളറൊക്കെ ഒന്ന് മാറി നല്ലതുപോലെ വഴണ്ടി വരണം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ 1 മിനിറ്റും കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് 1 ടേബിൾ സ്പൂണോളമുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. അല്ലെങ്കിൽ നമുക്കൊരു മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടാണെങ്കിലും അല്ലെങ്കിൽ മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ടാണെങ്കിലും വരാം. അപ്പോൾ ഇത് ഒന്ന് ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം. അതുപോലെ തന്നെ ഇതിനകത്തോട്ട് ആവശ്യത്തിലുള്ള കറിവേപ്പിലും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറിവേപ്പില ചേർക്കുമ്പോൾ എപ്പോഴും നല്ലതുപോലെ കീറിയിട്ട് ഇതുപോലെ കീറി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വേപ്പിലയിലത്തെ ഫ്ലേവറൊക്കെ പെട്ടെന്ന് തന്നെ നമ്മുടെ കറിയിൽ ചേരും, നല്ലതുപോലെ അങ്ങ് മിക്സ് ആവും. അപ്പോൾ ഞാൻ കറിവേപ്പിലും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഒരു 3 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സവോളൊക്കെ നല്ലതുപോലെ അങ്ങ് സോഫ്റ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ നമുക്കിത് ഇച്ചിരിയും കൂടെ ഇതിൻ്റെ നിറക്കൊന്ന് മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിവിടെ ഏകദേശം ഒരു 4.5 മിനിറ്റോളം എടുത്തിട്ടുണ്ട്. നമ്മുടെ സവോളൊക്കെ നല്ലതുപോലെ ഒന്ന് സോഫ്റ്റായി നിറക്കം മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ മിക്സിയിൽ അടിച്ച് വെച്ചിരിക്കുന്ന തക്കാളിയുടെ നീര് അല്ലെങ്കിൽ തക്കാളിയുടെ ജ്യൂസ് നമ്മളിതിനകത്തോട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ തക്കാളിയുടെ നീര് നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് മൂടി വെച്ചിട്ടൊന്നുമല്ല നമ്മൾ വേവിക്കുന്നത്. നമ്മളിത് തുറന്ന് വെച്ചിട്ട് തന്നെയാണ് വേവിക്കുന്നത്. പക്ഷെ നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നമ്മൾ ഇളക്കി കൊടുക്കുന്തോറും നമ്മുടെ ഈ ഒരു കയ്യിൽ വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആ തവ വെച്ചിട്ട് നമുക്ക് ആ തക്കാളിയിൽ എന്തെങ്കിലും ചെറിയ ഉടയാത്ത അല്ലെങ്കിൽ നല്ലതുപോലെ അറിയാത്ത ചില കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ലതുപോലെ ഉടച്ചു കൊടുക്കാം. നമ്മൾ തക്കാളിയും കൂടെ ചേർത്ത് നമ്മളിങ്ങനെ ഉടച്ചു കൊടുക്കുമ്പോൾ സവോളയും കൂടിയും പെട്ടെന്ന് നല്ലതുപോലെ അങ്ങ് ഒന്ന് മാഷായിട്ട് വരും, നല്ലതുപോലെ അങ്ങനെ ഉടഞ്ഞു വരും. അപ്പോൾ ഞാൻ ഈ ഒരു തക്കാളിയുടെ നമുക്ക് ഈ പാത്രത്തിൻ്റെ ചുറ്റും ഈ എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മുടെ തക്കാളിയുടെ ഒക്കെ നല്ലതുപോലെ പച്ചമണമൊക്കെ മാറി നല്ലതുപോലെ ആ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിനി ഇതിനകത്ത് മസാലപ്പൊടികൾ ചേർക്കാം. അപ്പോൾ ഇതിനകത്ത് ഞാൻ ആദ്യം ചേർക്കാൻ പോകുന്ന മസാലപ്പൊടി എന്ന് പറയുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 2 ടീസ്പൂണോളം ഉള്ള കശ്മീരി ചില്ലി പൗഡറാണ്. അതൊരു നിറം കിട്ടാൻ വേണ്ടിയിട്ടാണ് കശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് സാധാരണ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ചേർക്കുന്നത് ഞാൻ 1.5 ടീസ്പൂണോളം ഉള്ള മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്.
ഇനി അടുത്തത് ചേർക്കുന്നത് ഗരം മസാലപ്പൊടിയാണ്. അതൊരു 3/4 ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയ്ക്കാണ് മസാലപ്പൊടികൾ നമ്മൾ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ലോ ഫ്ലെയിമിൽ തന്നെ വേണം നമ്മൾ മസാലപ്പൊടികൾ ആഡ് ചെയ്യുമ്പോൾ. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. എന്നാലാണ് ഇതിൻ്റെ ഒരു പച്ചമണക്കൊന്ന് മാറി വരത്തുള്ളൂ. അപ്പോൾ മൂപ്പിക്കുന്ന നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ നമുക്ക് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ കഷ്ണങ്ങളായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ നല്ലതുപോലെ ഉടച്ചു കൊടുക്കാം. നമ്മളപ്പോൾ എത്രത്തോളം ഇതിങ്ങനെ നല്ല തിക്കായിട്ട് വരുന്നോ അത്രത്തോളം നമ്മുടെ കറിക്ക് ടേസ്റ്റ് കൂടും. അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ കയ്യിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ മസാല ഇവിടെ റെഡിയാണ്. ഇനിയിപ്പോൾ ഇതാ നോക്കിക്കേ, ഇതിനകത്തുള്ള ആ ചെറിയ ഇച്ചിരി കൂടെ സവോളകളുണ്ട്. എല്ലാം ഉടയ്ക്കണം എന്നില്ല, നമുക്ക് പറ്റുന്ന പോലെ നമുക്ക് ഉടച്ചു കൊടുക്കാം. പിന്നെ ചിലതൊക്കെ കടിക്കാൻ കിട്ടുന്നതും ഒരു രുചിയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതിനകത്തോട്ട് ഞാൻ അടുത്തത് ചേർക്കാൻ പോകുന്നത് ഉരുളൻകിഴങ്ങാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 ചെറിയ സൈസായിട്ടുള്ള ഉരുളൻകിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ കഴുകി വൃത്തിയാക്കി തൊലിയൊക്കെ കളഞ്ഞതുപോലെ ചെറിയ പീസുകളാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിനി ഇതിനേക്കാളും ചെറിയ പീസുകളാക്കി അരിയണം എന്നുണ്ടെങ്കിൽ അങ്ങനെ അരിയാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ഒത്തിരി ചെറുതല്ല എന്നാൽ ഒരു മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് ക്യൂബ് പോലെയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മസാലയ്ക്കകത്തോട്ട് നമ്മൾ ഉരുളൻകിഴങ്ങും കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ചെയ്യാനുള്ളത് ഇതിനകത്തോട്ട് ഒരു 1/4 കപ്പോളം അല്ലെങ്കിൽ 1/2 കപ്പോളം, 1/4 മുതൽ 1/2 കപ്പോളമുള്ള വെള്ളം, നമുക്ക് നല്ല തിളച്ച വെള്ളം ഇതിനകത്തൊന്ന് ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ ഉരുളൻകിഴങ്ങ് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളമാണിത്. എങ്കിലാണ് നമുക്ക് ഉരുളൻകിഴങ്ങ് ആ മസാലയ്ക്കകത്ത് കിടന്ന് നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ ഒരു സമയത്ത് ഉറപ്പ് വരുത്തുക നമ്മുടെ ഫ്ലെയിം എന്ന് പറയുന്നത് ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്കിത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ അതാ ഞാനിപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതാ ഞാനിതൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്കൊരു 4 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതാ ഇപ്പോൾ ഇവിടെ ഒരു 4 മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ ഇതാ നല്ല ആവിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാനിതൊന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇപ്പോൾ ആ വെള്ളമൊക്കെ ചെറുതായിട്ടങ്ങ് വറ്റി ആ ഒരു ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാൻ ഇപ്പോഴാണ് ഉപ്പ് ചേർത്തത്, നേരത്തെ ഉപ്പ് ചേർക്കാൻ മറന്നതല്ല. ഞാൻ ഈ ഉരുളൻകിഴങ്ങ് ഇട്ടതിന് ശേഷമാണ് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതാ ഞാൻ ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടെ ഇളക്കി കൊടുത്തു. ഞാനൊന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ഉരുളൻകിഴങ്ങ് കറക്റ്റ് വെന്തിട്ടില്ല. അപ്പോൾ ഞാൻ ഒന്നും കൂടെ അത് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റും കൂടെ അതൊന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതവിടെ ഒരു 2 മിനിറ്റ് കഴിഞ്ഞു. ഞാനൊന്ന് തുറന്ന് നോക്കുകയാണ്. നല്ലൊരു മണമാണ് കേട്ടോ വരുന്നത്. നമ്മുടെ ആ ജീരകത്തിൻ്റെ ഒക്കെ ഒരു മണവും അതുപോലെ ഗരം മസാലയുടെ ഒക്കെ മണം, നല്ലൊരു സൂപ്പർ മണമാണ് വരുന്നത്. ഒരു ഇറച്ചിക്കറിയുടെ സ്മെല്ലാണ് വരുന്നത്. അപ്പോൾ ഇതാ ഇനി നമുക്ക് ഉരുളൻകിഴങ്ങ് വെന്തോന്നൊന്ന് നോക്കാം. നമുക്കിനി ഇത് ഒരു മിനിറ്റും കൂടെ ഒന്ന് വേവിക്കാനുണ്ട് കേട്ടോ. പക്ഷെ അതിന് മുന്നേ നമുക്കിതിനകത്തോട്ട് ഒരു സൂത്രം കൂടെ ചേർക്കാനുണ്ട്. ഒരു 1/4 ടീസ്പൂണോളം ഉള്ള കായത്തിൻ്റെ പൊടിയാണ്, കായപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ആ ഒരു കായപ്പൊടിയാണ് ഇതിനൊരു പ്രത്യേക ഫ്ലേവർ കൊടുക്കുന്നത്. അപ്പം ഞാൻ കായപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു 1 മിനിറ്റും കൂടെ ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ അതവിടെ ഒരു 1 മിനിറ്റ് കഴിഞ്ഞു. നല്ലതുപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. ഞാനൊന്ന് ഇടയ്ക്കൊന്ന് നോക്കിയായിരുന്നു ഉരുളൻകിഴങ്ങ് വെന്തോന്നുള്ളത്. അപ്പോൾ അതിന് വെന്തോന്ന് അറിയാനായിട്ട് നമ്മളെല്ലാവർക്കും അറിയാം. നമ്മളൊരു ഉരുളൻകിഴങ്ങ് എടുത്തിട്ട് ഇതുപോലത്തെ ഒരു സ്പൂൺ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തെന്ന് അതിങ്ങനെ നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റണം. അതാണ് അതിൻ്റെ കറക്റ്റ് പാകം. അപ്പോൾ നമ്മുടെ ഉരുളൻകിഴങ്ങും മസാലയൊക്കെ നല്ലതുപോലെ ഒന്ന് കറക്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഗ്രീൻ പീസ് ഞാൻ ഇതിനകത്ത് ഒരു തുള്ളി പോലും വെള്ളം വേണ്ട കേട്ടോ. നമുക്ക് ഗ്രീൻ പീസിലത്തെ വെള്ളമെല്ലാം നമുക്ക് ഊറ്റിക്കളയണം. ഒരു അരിപ്പയിൽ ഊറ്റിക്കളയാം. എന്നിട്ട് ആ ഒരു വേവിച്ചിട്ടുള്ള ഗ്രീൻ പീസ് നമുക്ക് ഇതിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ഒരു ഗ്രീൻ പീസ് മസാല ഇപ്പം തന്നെ ഒരു 80-85% വരെ റെഡിയായി വന്നിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ ഇച്ചിരി ഒരു ഗ്രേവി പോലെയാണ് ഞങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനകത്തോട്ട് ഇച്ചിരി ചൂട് വെള്ളം കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേവിയാണ് ആവശ്യം അത്രത്തോളം വെള്ളം ചേർത്തിട്ട് നമുക്കിതൊന്നും കൂടെ ഒന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 3/4 കപ്പോളമുള്ള തിളച്ച ചൂടുവെള്ളം, നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. തിളയ്ക്കാത്ത വെള്ളമോ അല്ലെങ്കിൽ പൈപ്പിൽ നിന്ന് എടുത്ത വെള്ളം ഒരിക്കലും ഒഴിച്ചേക്കരുത്. കറിയുടെ രുചി അപ്പാടെങ്ങ് മാറിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ തിളച്ച വെള്ളം തന്നെ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് തിളയ്ക്കാൻ വിടാം.
അപ്പോൾ അതവിടെ ഏകദേശം ഒരു മിനിറ്റോളം ഞാൻ നല്ലതുപോലെ തിളയ്ക്കാനൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഇതിനകത്തോട്ട് ഞാൻ ഇച്ചിരി ഫ്രോസൺ ആയിട്ടുള്ള ഗ്രീൻ പീസ് ഇടുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്. ഞാനൊരു നിറത്തിന് വേണ്ടിയിട്ടാണ്. ഈ ഫ്രോസൺ ഗ്രീൻ പീസിനൊക്കെ ഒരു പ്രത്യേക പച്ചനിറമല്ലേ, അപ്പോൾ ആ ഒരു പച്ചനിറം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫ്രോസൺ ചേർത്തിട്ടുള്ളത്. ഇത് വേണം എന്നൊന്നും ഒരു നിർബന്ധമില്ല കേട്ടോ. ഇതിൻ്റെ രുചിയാണ് പ്രധാനം. അല്ലാതെ കാണാനിപ്പോൾ വീഡിയോ ഒക്കെ എടുത്തതുകൊണ്ടാണ് കാണാനുള്ള ഒരു ലുക്കിന് ഇമ്പോർട്ടൻസ് കൊടുത്തത്. ഇതിപ്പോൾ അതല്ലാതെ തന്നെ നല്ല രുചിയുള്ള ഒരു കറിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതൊരു ചപ്പാത്തിക്കും ചോറിനും ഇനി പൂരിക്കും ആയിക്കോട്ടെ, ദോശയ്ക്കും ആയിക്കോട്ടെ, എല്ലാത്തിനും അപ്പത്തിനായിക്കോട്ടെ ഒക്കെ പറ്റുന്ന ഒരു കോമ്പിനേഷനാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വെള്ളം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് നല്ലതുപോലെ തിക്കാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊന്ന് മൂടി വെച്ച് വേവിക്കാം, ഒന്നും കൂടെ തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഞാനിതിവിടെ ഒരു മിനിറ്റും കൂടെ തിളപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് കുറച്ചൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട്, ഗ്രേവിക്ക് ഇച്ചിരി തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇനി ഇതിനകത്തോട്ട് ഞാൻ ലാസ്റ്റ് ഇപ്പോൾ ചേർത്തത് എന്താണെന്ന് വെച്ചാൽ ഗരം മസാലയാണ്. ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി ഒന്ന് മേലൊന്ന് തൂവിക്കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നു. ഇനി നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഇനി നിങ്ങൾ എപ്പോഴാണോ നിങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് തുടങ്ങുന്ന ആ ഒരു സമയത്ത് നമുക്കിതൊന്ന് തുറന്ന് എടുത്തു അന്നേരം മാത്രം ഇത് തുറന്നാൽ മതി. അപ്പോഴാണ് ഇതിൻ്റെ എല്ലാ രുചിയൊക്കെ ഈ ഉരുളൻകിഴങ്ങിനകത്തും അതുപോലെ ഈ ഒരു ഗ്രീൻ പീസിനകത്തൊക്കെ നല്ലതുപോലെ മസാല പിടിച്ച് നല്ല രുചി വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഡിഷ് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഗ്രീൻ പീസിന് ഒത്തിരി ഓപ്ഷൻസ് ഒന്നുമില്ല. എന്നാൽ നമുക്ക് ഇതുപോലെയൊക്കെ ഒന്ന് നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഗ്രീൻ പീസ് നിങ്ങൾ ഇതുപോലെ വെക്കത്തുള്ളൂ. ശരിക്കും ഒരു മസാലക്കറിന്ന് തന്നെ വേണം ഇതിനെ പറയാനായിട്ട്. അത്രയും സ്വാദാണ്, ഒരു ഇറച്ചിക്കറിയുടെ സ്വാദാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ ഒക്കെ അടുത്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഒപ്പം നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.